വെൽക്കം ടു സ്റ്റാൻഡേർഡ് 9 മാത്തമാറ്റിക്സ് ക്ലാസ്. ഇപ്പോൾ സമവാക്യ ജോഡികൾ അല്ലെങ്കിൽ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കാണുമല്ലോ. പേജ് 10 പ്രോബ്ലംസാണ് ചെയ്യുന്നത്. ഇനി ചുവടെ പറയുന്ന കണക്കുകൾ ഓരോന്നും മനക്കണക്കായോ ഒരക്ഷരം മാത്രമുള്ള സമവാക്യമായോ രണ്ടക്ഷരമുള്ള രണ്ട് സമവാക്യങ്ങളായോ ചെയ്യുക. അപ്പോൾ ഇത് മനക്കണക്കായിട്ട് ചെയ്യാം, ഒരക്ഷരം മാത്രമുള്ളതായിട്ട് ചെയ്യാം, രണ്ടക്ഷരമുള്ള സമവാക്യങ്ങളാകുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള രണ്ട് സമവാക്യങ്ങളാക്കിയും ചെയ്യാം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ്? ബാഗിൻ്റെയോ? Priya bought a bag and a pair of slippers for 1100 rupees. The bag costs 300 rupees more than the slippers. What is the price of the slippers and the price of the bag? അപ്പോൾ ഇത് നമുക്ക് ആദ്യം മനക്കണക്കായിട്ട് ചെയ്യാം. ബാഗും ചെരുപ്പും കൂടി ആകെ 1100 റുപ്പീസാണ്. അതായത് ടോട്ടൽ പ്രൈസ് ഫോർ ബാഗ് ആൻഡ് സ്ലിപ്പേഴ്സ്. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ഈ അധികമായിട്ട് വരുന്ന 300 രൂപ മാറ്റിയാൽ രണ്ടിനും കൂടി 800 രൂപയാണ്. ഈ 800 രൂപ രണ്ടിനും തുല്യമായിട്ട് വീതിക്കുമ്പോൾ ഓരോന്നിനും 400 രൂപ. അധികം വന്ന 300 രൂപ ബാഗിന് മാത്രമുള്ളതാണ്. അപ്പോൾ ബാഗിൻ്റെ വില 400 പ്ലസ് 300 700 രൂപ. ചെരുപ്പിൻ്റെ വില 400 രൂപ. ഓൾജിബ്രയ്ക്കിൽ അതായത് ബീജഗണിതം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് എ സ്ലിപ്പർ. ചെരുപ്പിൻ്റെ വില എക്സ് എന്ന് എടുക്കുക. പ്രൈസ് ഓഫ് എ ബാഗ് എന്ത് വരും? എക്സ് പ്ലസ് 300, കാരണം ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതൽ. ഇനി ചെരുപ്പിൻ്റെ വില പ്ലസ് ചെരുപ്പിൻ്റെ വില എക്സ് പ്ലസ് ബാഗിൻ്റെ വില എക്സ് പ്ലസ് 300 ഇസ് ഈക്വൽ ടു 1100. എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 300 ഇസ് ഈക്വൽ ടു 1100. 2x ഇസ് ഈക്വൽ ടു 1100 മൈനസ് ഈ പ്ലസ് 300 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 300 ആകും. അപ്പോൾ ഇത് 800 രൂപ. അപ്പോൾ എക്സ് സമയം 800/2 400. ചെരുപ്പിൻ്റെ വില 400 രൂപ. ബാഗിൻ്റെ വില എക്സ് പ്ലസ് 300 400 പ്ലസ് 300 700 രൂപ. ഇനി ഇത് നമുക്ക് രണ്ട് ചരങ്ങൾ ഉപയോഗിച്ചും ചെയ്യാം. അതായത് ബാഗിൻ്റെ വിലയാണല്ലോ കൂടുതൽ. ബാഗിൻ്റെ വില എക്സ് എന്ന് എടുക്കാം, ചെരുപ്പിൻ്റെ വില വൈ എന്ന് എടുക്കാം. കാരണം ബാഗും ചെരുപ്പും തമ്മിലുള്ള ഡിഫറൻസ് 300 രൂപയാണ്. 300 രൂപയാണ്. അപ്പോൾ കൂടിയ വില നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ രണ്ടും കൂടി കൂട്ടിയാൽ 1100 രൂപ. എക്സ് മൈനസ് വൈ 300 രൂപ. അപ്പോൾ രണ്ടും കൂടി ഈ രണ്ട് സമവാക്യവും കൂട്ടുമ്പം എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈയും മൈനസ് വൈയും കൂട്ടുമ്പോൾ 0. 1100 300 കൂട്ടുമ്പോൾ 1400. എക്സിൻ്റെ വില 1400/2 700 രൂപ. ഇനി ഇത് തമ്മിൽ കുറയ്ക്കാം. എക്സ് മൈനസ് എക്സ് 0, വൈ മൈനസ് വൈ ആകുമ്പോൾ 2y ആകും. അപ്പോൾ 1100 നിന്ന് 300 പോകുമ്പോൾ 800 രൂപ. വൈയുടെ വില 400 രൂപ. അതായത് ബാഗിൻ്റെ വില 700, ചെരുപ്പിൻ്റെ വില 400. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉം ആണ്. സംഖ്യകൾ എന്തൊക്കെയാണ്? Sum of two numbers is 26 and their difference is 4. What are the numbers? സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിരുന്നാൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ തുക പ്ലസ് വ്യത്യാസം /2, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ തുക മൈനസ് വ്യത്യാസം /2. അങ്ങനെ ചെയ്യാം. അതായത് വലിയ സംഖ്യ അല്ലെങ്കിൽ ലാർജർ നമ്പർ തുക പ്ലസ് വ്യത്യാസം /2 26 പ്ലസ് 4/2 15. ചെറിയ സംഖ്യ തുക മൈനസ് വ്യത്യാസം /2 26 മൈനസ് 4/2 അതായത് 11. അപ്പോൾ വലിയ സംഖ്യ 15, ചെറിയ സംഖ്യ 11 ആണ്. ഇനി നമുക്കിത് ബീജഗണിതം ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാർഗത്തിൽ ചെയ്യാം. പ്രത്യേകിച്ച് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയാത്തിടത്ത് അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ മനക്കണക്കായിട്ടോ ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്യുക. കണക്ക് തന്നെ ഒരക്ഷരം മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. ലാർജർ നമ്പർ വലിയ സംഖ്യ എക്സ് എന്നെടുത്തു, സ്മോളർ നമ്പർ എക്സിനേക്കാൾ 4 കുറവ് എക്സ് മൈനസ് 4, കാരണം അവരുടെ വ്യത്യാസം 4 ആണല്ലോ. ഇനി രണ്ട് സംഖ്യകളും കൂടെ കൂട്ടുമ്പോൾ അവയുടെ തുക, അതായത് വലിയ സംഖ്യ എക്സ് പ്ലസ് ചെറിയ സംഖ്യ എക്സ് മൈനസ് 4 = 26. എക്സ് പ്ലസ് എക്സ് 2x മൈനസ് 4 26. മൈനസ് 4 സമത്തിനപ്പുറം പോകുമ്പോൾ പ്ലസ് 4 ആകും. 2xൻ്റെ വില 26 പ്ലസ് 4 30. എക്സിൻ്റെ വില 30/2 15. അപ്പോൾ വലിയ സംഖ്യ 15, ചെറിയ സംഖ്യ എക്സ് മൈനസ് 4 15 മൈനസ് 4 11. ഇനി ഇത് നമുക്ക് രണ്ട് അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം.
തന്നെ നമുക്ക് രണ്ട് ചരങ്ങൾ ഉപയോഗിച്ച് ലാർജർ നമ്പർ വലിയ സംഖ്യയ്ക്ക് എക്സ് എന്ന് കൊടുക്കുക, ചെറിയ സംഖ്യയ്ക്ക് വൈ എന്ന് കൊടുക്കുക. അവയുടെ തുക എക്സ് പ്ലസ് വൈ സമം 26, സമവാക്യം 1, എക്സ് മൈനസ് വൈ സമം 4, 2, സമവാക്യം 2. സമവാക്യം 1ഉം 2ഉം കൂട്ടിയാൽ 2x, വൈയും വൈയും 0 ആയിപ്പോൾ വൈ പ്ലസ് മൈനസ് വൈ 0 ആകും. 2xൻ്റെ വില 30, എക്സിൻ്റെ വില 30/2 15. ഇനി സമവാക്യം 1ൽ നിന്ന് 2 കുറച്ചാൽ എക്സ് മൈനസ് എക്സ് 0 ആകും. വൈ മൈനസ് വൈ എന്ന് പറയുമ്പോൾ വൈ പ്ലസ് വൈ ആകും, 2y ആകും. 2yയുടെ വില 26 - 4. സമവാക്യം 1ൽ നിന്ന് 2 കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ വൈയുടെ വില 22/2 11 എന്ന് വരും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സമവാക്യം 1ൽ നിന്ന് 2 കുറച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ എക്സിൻ്റെ വില 15 ഒന്നാമത്തെ സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുത്താൽ 15 + y = 26, y = 26 - 15 11 അങ്ങനെ ചെയ്താലും മതി.